ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദറ്റ് ഈസ് മൈക്രോസ്കോപ്പി. So microbiology is usually concerned with organisms so small they cannot be seen distinctly with the unaided eye. Because of this nature of this discipline, the microscope is of crucial importance. Thus, it is important to understand how the microscope work and the way in which the solutions are prepared for examination. സോ നോർമലി നമ്മൾ മൈക്രോബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് വളരെ ചെറുതാണ്. അപ്പോൾ അതിനെ നമ്മൾക്ക് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ ഹ്യൂമൺ ആയി വെച്ചിട്ട് പറ്റില്ല. അപ്പോൾ അതിനെ വിത്ത് ഹെൽപ്പ് ഓഫ് മൈക്രോസ്കോപ്പിന്റെ ഹെൽപ്പോടുകൂടി മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഓർഗാനിസത്തിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈക്രോസ്കോപ്സ് എന്തായാലും യൂസ് ചെയ്യണം. അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ മൈക്രോസ്കോപ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം. അതേപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ് ടെക്നിക്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ബേസിക് ആയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ മൈക്രോസ്കോപ്പിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെൻസസ് ആൻഡ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ്. സോ ടു അണ്ടർസ്റ്റാൻഡ് how a light microscope operates, one must know something about the way in which lenses bend and focus the light to form an image. That means when a ray of light passes from one medium to another, refraction occurs. That is, the ray is bent at the interface. So the refractive index is a measure of how greatly a substance slows the velocity of light, and the direction and magnitude of bending is determined by the refractive indexes of the two media forming the interface. When light passes from air into glass, a medium with a greater refractive index, it is slowed and bent towards the normal, a line perpendicular to the surface. As light leaves the glass and returns to air, a medium with a lower refractive index, it accelerates and it bends away from the normal. Thus, a prism bends the light because glass has different refractive index from air, and the light strikes the surface at an angle. സോ നമ്മൾ നോർമലി നമ്മൾ മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ പറയുന്ന സമയത്ത് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രിസത്തിനാണ് കൺസിഡർ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ പ്രിസത്തിൽ ഒരു ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിസം നമ്മുടെ ലൈറ്റിനെ ബെൻഡ് ചെയ്യിപ്പിക്കും. സെയിം പ്രിൻസിപ്പിൾ ആണ് ആക്ച്വലി നമ്മൾ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെസിമെൻസ് ഒക്കെ കോട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് നമ്മൾ സ്ലൈഡിന്റെ മുകളിലായിരിക്കും. സോ നോർമലി നമ്മുടെ ലൈറ്റ് എയറിനെക്കാട്ടും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ റിഫ്രാക്ഷൻ മീൻസ് ആ ലൈറ്റിനെ സ്ലോ ഡൗൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുന്ന കപ്പാസിറ്റിയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എയർന്ന് ഗ്ലാസ്സിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അതിനെക്കാട്ടും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് ബെൻഡ് ആവും. അപ്പോൾ ഈ ബെൻഡ് ആവുന്നതിനനുസരിച്ചാണ് നമുക്ക് എങ്ങനെയൊക്കെ ലൈറ്റിനെ നമ്മൾ ബെൻഡ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നമുക്കൊരു ക്ലിയർ ഇമേജ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ നോർമലി കുറെ പ്രിസം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാലാണ് നമുക്കൊരു കോൺവെക്സ് ലെൻസ് നോർമലി കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രിൻസിപ്പിളാണ് നമുക്ക് നോർമലി മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്. ഇത് സാധാരണ നമ്മുടെ ഒരു മൈക്രോസ്കോപ്പ് നമ്മൾ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നൊരു കണ്ടീഷനാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഒറ്റ പ്രിസം വെക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്. സോ ലെൻസസ് ആക്ട് ലൈക്ക് എ കളക്ഷൻ ഓഫ് പ്രിസംസ് ഓപ്പറേറ്റിംഗ് ആസ് എ യൂണിറ്റ്. വെൻ ദ ലൈറ്റ് source is distant so that parallel rays of light strike a lens, a convex lens will focus the rays at a specific point. So that specific point is called the focal point. And the distance between the center and the lens of focal point is called the focal length. So this is the focal length and this is the focal point. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രിസത്തിന്റെ സെയിം പ്രിൻസിപ്പിൾ ആണ് നമ്മൾ കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്ന ലെൻസിന്റെ കണ്ടീഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരുപാട് പ്രിസംസ് കളക്റ്റീവായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരു കോൺ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു റേ ഓഫ് ലൈറ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എ സിംഗിൾ പോയിന്റിൽ പോയി സ്പെസിഫിക് ആയിട്ട് ആ ഒരു ഇമേജ് ഫോം ചെയ്യും. ആ പോയിന്റ് ഓഫ് റേസ് ജോയിൻ ചെയ്യുന്ന ഏരിയ ആണ് നമ്മൾ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. And the distance between the center of lens and the focal point is called the focal length. So normally നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ക്ലിനിക്കൽ ലബോറട്ടറീസ് അല്ലെങ്കിൽ നമ്മുടെ ഡയഗ്നോസ്റ്റിക് പർപ്പസിന് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് എല്ലാം ലൈറ്റ് മൈക്രോസ്കോപ്സ് ആണ്. So microbiologists currently employ a variety of light microscope in their work. That means the bright field microscope, dark field microscope, phase contrast and fluorescent microscope. ഇത്രയും മൈക്രോസ്കോപ്സ് ആണ് നമ്മൾ മോസ്റ്റ് കോമൺലി നമ്മുടെ ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതല്ലാതെ വേറെ സെക്ഷൻ വരുന്നത് നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ആണ്. അത് നോർമലി നമ്മളുടെ കറന്റ് ഡയഗ്നോസ്റ്റിക്സ് പർപ്പസിന് വേണ്ടിയിട്ട് മൈക്രോളജി ലാബിൽ നമ്മൾ ഒരിക്കലും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യില്ല. മെയിനായിട്ട് നമ്മൾ വൈറൽ ഡിസീസുമായിട്ടുള്ള എന്തെങ്കിലും റിസർച്ച് സ്റ്റഡീസിനോ അങ്ങനെ ഇൻട്രാസെല്ലുലാർ സ്റ്റഡീസിനൊക്കെയാണ് നമ്മൾ നോർമലി ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റ് മൈക്രോസ്കോപ്സ് ആണ്. സോ അതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ആണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്.
So the ordinary microscope is called a bright field microscope. It forms a dark image against a brighter background. So നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഡാർക്ക് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത് എഗെയിൻസ്റ്റ് എ ബ്രൈറ്റർ ബാക്ക്ഗ്രൗണ്ട്. സോ ദ മൈക്രോസ്കോപ്പ് നോർമലി നമുക്കറിയാം കൺസിസ്റ്റ് ഓഫ് സ്റ്റഡി മെറ്റൽ ബോഡി or a stand composed of base and an arm to which the remaining parts are attached. Then a light source, either a mirror or electronic illuminator, is located in the base. Then two focusing knobs, the fine and coarse adjustment knobs, are located on the arm and can move either the stage or the nose piece to focus the image. So നമുക്ക് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് ആണ് കോമൺ ആയിട്ട് നമ്മുടെ ലാബിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്സ്. അതിന്റെ ഡിഫറെന്റ് പാർട്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് നമ്മുടെ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഇമേജ് ആണ്. ദാറ്റ് മീൻസ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്. സോ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിന് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയാൻ കാരണം ദ ഇമേജ് ഫോംഡ് വിത്ത് ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് എൻഹാൻസ്ഡ് ബൈ വൺ ഓർ മോർ ലെൻസസ്. സോ അങ്ങനെ ഒബ്ജക്റ്റീവ് ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജിനെ വീണ്ടും വേറെ ലെൻസ് വെച്ച് മാഗ്നിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് കോമ്പൗണ്ട് ലെൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്സ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ സ്ട്രക്ചറൽ പാർട്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡ്സിൽ നമുക്ക്. സോ ദ സ്ട്രക്ചറൽ പാർട്സ് ഓഫ് മൈക്രോസ്കോപ്പ്. സോ മൂന്ന് പാർട്സ് ആയിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിന്റെ സ്ട്രക്ചറിൽ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ദ ഹെഡ്, ബേസ് ആൻഡ് ആം. സോ ദിസ് പോർഷൻ is known as the head portion and this is the base portion and this is the arm. So head means this is also known as the body. It carries optical parts of the upper part of microscope. Then base, it acts as microscope support and it also carries microscopic illuminators. Then arm, this is part connecting the head and the eyepiece tube to the base of microscope and the base. ബേസിനെയും നമ്മുടെ ഹെഡിനെ കണക്ട് ചെയ്യുന്ന പോർഷൻ ആണ് ആം എന്ന് പറയുന്നത്. ദെൻ ബേസൽ പോർഷനിലാണ് നമ്മുടെ ഇല്ലുമിനേറ്റേഴ്സ്, ലൈറ്റ് ഇല്ലുമിനേറ്റേഴ്സ് ഒക്കെ ഉള്ളത്. ദെൻ ഹെഡിലാണ് നമ്മുടെ ഐപീസ് ലെൻസസും ദെൻ ഐപീസിനെ കണക്ട് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ട്യൂബ് ഇതെല്ലാം ക്യാരി ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഒപ്റ്റിക്കൽ പാർട്സ് ഓഫ് മൈക്രോസ്കോപ്പ്. എന്തൊക്കെ ഒപ്റ്റിക്കൽ പാർട്സ് ഉണ്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ഐപീസ്. ദിസ് ഇസ് ആൾസോ നോൺ ആസ് ഓക്കുലർ. This part is used to look through the microscope and is found at the top of the microscope. Its standard magnification is 10x with an optional eyepiece having magnification from 5x to 10x. So ഈ ഒരു ലെൻസിനെയാണ് നമ്മൾ ഓക്കുലർ അല്ലെങ്കിൽ ഐപീസ് എന്ന് പറയുന്നത്. സോ ഇതിലൂടെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിലെ ഒബ്ജക്ട്സ് ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് നോർമലി ഇതിന്റെ സ്റ്റാൻഡേർഡ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10x ആണ്. The next is the eyepiece tube. So it is eyepiece holder. It carries eyepiece just above the objective lens. In some microscopes such as binoculars, the eyepiece tube is flexible and can be rotated for maximum visualization for variance in distance. For monocular microscope, they are non-flexible. So നമ്മളുടെ ഹെഡും ഐപീസിനെ കണക്ട് ചെയ്യാനുള്ള ഈ ഒരു ഏരിയയാണ് നമ്മൾ ഐപീസ് ട്യൂബ് എന്ന് പറയുന്നത്. സോ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ബൈനോക്കുലർ മൈക്രോസ്കോപ്സിലാണെങ്കിൽ ഐപീസ് ട്യൂബ് നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ ഓരോ ആൾക്കാരുടെയും അതിന്റെ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് നമുക്കത് അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷെ മോണോക്കുലർ ലെൻസിൽ ഇത് ഫിക്സഡ് ആയിരിക്കും. ദെൻ ഒബ്ജക്റ്റീവ് ലെൻസസ്. സോ ദീസ് ആർ ദ മേജർ ലെൻസസ് യൂസ്ഡ് ഫോർ Swissian visualization. They have a magnification for 40x to 100x. There are about 1 to 4 objective lenses placed on the microscope. In that, some are rear facing and others face forwarded. Each lenses have its own magnification power. So ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ലെൻസസ് എന്ന് പറയുന്നത്. നോർമലി നമുക്ക് ഉണ്ടാവുന്ന ഒബ്ജക്റ്റീവ് ലെൻസസ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിലെല്ലാം 10x, 40x, then 100x. ഇത്രയും ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. So next is a nose piece. So it is also known as the resolving turret. It holds objective lenses. It is movable, hence it can revolve the objective lens depending on the magnification power of the lens. So ഈ ഒരു ഏരിയയാണ് നമ്മുടെ നോസ് പീസ് എന്ന് പറയുന്നത്. ഈ നോസ് പീസിന്റെ മുകളിലാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. Then the adjustment knobs. So these are knobs that are used to focus the microscope. There are two types of adjustment knobs, that is fine adjustment and coarse adjustment knobs. So ഇതാണ് നമ്മുടെ നോബ് എന്ന് പറയുന്നത്. വലിയ നോബ് ആണെന്നുണ്ടെങ്കിൽ കോസ് അഡ്ജസ്റ്റ്മെന്റ് നോബ്, അതിന്റെ സെന്ററിലുള്ള ചെറിയ നോബ് നമ്മുടെ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് യൂസ് ചെയ്യാം. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽസിനെ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് ഒബ്ജക്റ്റ് കാണുള്ളൂ. Then stage. So this is the section in which the specimen is placed for viewing. They have stage clips that hold the specimen slides in place. Most common stage is a mechanical stage which allows the control of slides by moving the slide using mechanical knob on the stage instead of moving them manually. So ഈ ഒരു പോർഷൻ ആണ് നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ സ്റ്റേജിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേജ് മെക്കാനിക്കൽ സ്റ്റേജ് ആണ്. അതിനൊരു മെക്കാനിക്കൽ ക്ലിപ്പ് ഉണ്ടാവും നമ്മൾ സ്ലൈഡിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ദർ ഇസ് ആൾസോ എ
സ്ലൈഡ് മൂവ്മെന്റ് മീൻസ് നമ്മളെ സ്റ്റേജിൽ സ്ലൈഡിന്റെ പൊസിഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. So next is aperture. This is a hole on the microscope stage through which the transmitted light from the source reaches the stage. അതായത് നമ്മളുടെ മൈക്രോസ്കോപ്പ് സ്റ്റേജിലുള്ള സെൻട്രൽ ഹോൾ ഏരിയനാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. സോ അപ്പർച്ചറിന്റെ ഉള്ളിൽ കൂടെയാണ് കണ്ടൻസർ ഫോക്കസ് ചെയ്യുന്ന ലൈറ്റ് ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. Then microscopic illuminator. This is a microscope light source located at the base and it is used instead of a mirror. സോ സാധാരണ നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിലെല്ലാം നമ്മൾ മിറർ വെച്ചിട്ട് നമ്മളുടെ ലൈറ്റ് ഫോക്കസ് ആയിരുന്നു ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് അങ്ങനെ മിറർ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്സ് കുറവാണ്. ഇപ്പോൾ ഉള്ളത് LED ഇലുമിനേറ്റർ അല്ലെങ്കിൽ LED ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഇലുമിനേഷൻ സിസ്റ്റം ആണുള്ളത്. അതിന്റെ ലൈറ്റ് സോഴ്സ് നമുക്ക് ലൈറ്റിന്റെ പവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ബേസിൽ മൈക്രോസ്കോപ്പിന്റെ ബേസ് ഏരിയയിൽ നമുക്കുണ്ട്. Then next is condenser. These are lenses that are used to collect and focus light from illuminator into specimen. They are found under the stage next to the diaphragm of the microscope. They play a major role in ensuring clear, sharp images are produced with a high magnification of 400x and above. The higher the magnification of the condenser, the more image clarity. More sophisticated microscope come with a big condenser that has high magnification of about 1000x. So condenser എന്ന് പറയുന്നത് ആക്ച്വലി കളക്ഷൻ ഓഫ് ലെൻസ് ആണ്. സോ കണ്ടൻസർ വെച്ചിട്ടാണ് നമ്മൾ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നത്. കണ്ടൻസറിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് കപ്പാസിറ്റി ഉള്ള കണ്ടൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ അത്രയും ക്ലിയർ ആയിരിക്കും, ക്ലാരിറ്റി വളരെ കൂടുതലായിരിക്കും. സോ കോമൺ ആയിട്ട് മൈക്രോസ്കോപ്സിലെല്ലാം യൂസ് ചെയ്യുന്ന കണ്ടൻസർ ആണ് അപ്പേ കണ്ടൻസർ എന്ന് പറയുന്നത്. Then diaphragm. It is also known as iris. It is found under the stage of microscope and its primary role is to control the amount of light that reaches the specimen. It is an adjustable apparatus, hence controlling the light intensity and the size of the beam of light it get to the specimen. സോ സാധാരണ മൈക്രോസ്കോപ്പിന്റെ സ്റ്റേജിന്റെ അടിയിലാണ് നമ്മൾ കണ്ടൻസർ വെച്ചിട്ടുള്ളത്, ഡയഫ്രം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡയഫ്രത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒബ്ജക്റ്റ് സ്ലൈഡിന്റെ മുകളിൽ ഒബ്ജക്റ്റിന്റെ മുകളിലേക്ക് പതിക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ് ഡയഫ്രത്തിന്റെ ഫംഗ്ഷൻ. Then condenser knob focus. This is a knob that moves the condenser up or down. സോ ഇവിടെ നമുക്കൊരു കണ്ടൻസർ നോബ് ഫോക്കസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണ്ടൻസറിന്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. Then there is a dark stop. That means it controls how the far stage should go, preventing the objective lens from getting too close to the Susan slide, which may damage the Susan. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റാക്ക് സ്റ്റോപ്പ് ഉള്ളത് കാരണം നമ്മുടെ സ്റ്റേജ് അതേപോലെ സ്ലൈഡൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസുമായിട്ട് ഇടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോപ്പറാണ് റാക്ക് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ഒരു മാഗ്നിഫിക്കേഷൻ കപ്പാസിറ്റി ആൻഡ് ന്യൂമറിക്കൽ അപ്പർച്ചർ എല്ലാം കാണിച്ചിട്ടുള്ളതാണ്. നോർമലി സ്കാനിങ് ആകുമ്പോൾ 4x, ലോ പവറിൽ 10x, ഹൈ പവറിൽ 48 to 45x, വോളിയം വേർഷൻ ആകുമ്പോൾ നമ്മുടെ മാഗ്നിഫിക്കേഷൻ 100x ആയിരിക്കും. സോ നോർമലി നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ സ്റ്റോർ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് install the microscope on a sturdy level table. Equipment and instruments which generate vibrations such as centrifuges and refrigerators should not be placed on or near the table. So നമ്മൾ മൈക്രോസ്കോപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ലെവൽഡ് സർഫസിലായിരിക്കണം അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മളെ സെൻട്രിഫ്യൂജ് പോലുള്ള വൈബ്രേഷൻസ് ജനറേറ്റ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിന്റെ സൈഡിലൊന്നും മൈക്രോസ്കോപ്സ് വെക്കാൻ പറ്റില്ല. Then height of the table should be convenient for the user. As an alternative of or in addition, an adjustable stool should be made available to make microscope comfortable. സോ നമ്മളുടെ ലൈറ്റ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് വെക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന ആളിന് വളരെയധികം കൺവീനിയന്റ് ആയിരിക്കണം. സോ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നമ്മൾ കറക്റ്റ് പൊസിഷനിലുള്ള ടേബിൾസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ അഡ്ജസ്റ്റബിൾ ചെയർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള പൊസിഷനിൽ വെച്ചിട്ട് വേണം മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാൻ. Then the table should be away from water, sink and rack containing chemicals to prevent damage to microscope or splashes or spills. സോ മൈക്രോസ്കോപ്സ് വെക്കുന്ന ടേബിൾ സിങ്കിന്റെ അടുത്തോ അല്ലെങ്കിൽ റാക്കിന്റെ എന്തെങ്കിലും കെമിക്കൽസ് വെക്കുന്ന റാക്കിന്റെ അടുത്തൊന്നും ആവാൻ പാടില്ല. എന്തെങ്കിലും സ്പിൽസോ അല്ലെങ്കിൽ വെള്ളം തെറിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പിന് ഡാമേജ് ആവും. If the microscope does not have a built-in light source, then the table should be placed near a window away from direct sunlight and arrangement for the provision of lamp. ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ആ ഒരു കണ്ടീഷന്റെ ആവശ്യം ഉണ്ടാവില്ല, കാരണം നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്നതിലെല്ലാം ഇൻബിൽട്ട് ആയിട്ട് LED ലാംപ്സ് വരുന്ന മൈക്രോസ്കോപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങനെയല്ല, നമ്മൾ അത്രയും ഓൾഡ് മൈക്രോസ്കോപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ലൈറ്റ് തട്ടാതെ നമ്മൾ ഒരു വിൻഡോന്റെ സൈഡിൽ വെച്ചിട്ട് വേണം ലൈറ്റ് ഫോക്കസ് ചെയ്യാൻ. ദെൻ
എന്തായാലും microscope room should be free from dust and should not be damp. Then if the microscope to be used every day, do not remove it from the site of installation provided the security is assured. നമ്മൾ നോർമലി എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ ആ പൊസിഷനിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ കീപ്പ് ചെയ്താൽ മതി. When the microscope is not in use, keep it covered with a polythene or plastic cover and take necessary precautions against fungus. So നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫംഗസ് ലെൻസിലും ഇതിലെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ പോളിത്തീൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ വെച്ച് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. In humid areas, store the microscope every night in a cabinet fitted with an electric bulb. This is switched on at night to reduce the humidity. ഇപ്പൊ നമ്മൾ ഹ്യൂമിഡ് ഏരിയയിലൊക്കെയാണ് മൈക്രോസ്കോപ്പ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഒരു ക്യാബിനറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് വെച്ചിട്ടാണ് നോർമലി നമ്മൾ മൈക്രോസ്കോപ്സ് കീപ്പ് ചെയ്യേണ്ടത്. If the microscopes used intermittently and requires storage for prolonged period, keep it in an airtight plastic bag with about 100 gram of drying agent. സോ നമ്മൾ എന്തെങ്കിലും സിലിക്ക പോലുള്ള ഡ്രൈയിങ് ഏജൻസ് വെച്ചിട്ട് കുറെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുറെ കാലങ്ങൾക്ക് ശേഷം മാത്രം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സിലിക്ക പോലുള്ള ഡ്രൈയിങ് ഏജൻസ് വെച്ചിട്ട് മാക്സിമം മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ കീപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇതിൽ ഫംഗൽ ഗ്രോത്ത് വരും, പിന്നെ നമുക്ക് ലെൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ലെൻസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് നമ്മൾ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്സ് കഴിഞ്ഞാൽ ഇനി നമുക്കുള്ളത് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ആണ്. സോ ലിവിംഗ് അൺസ്റ്റെയിൻഡ് സെൽസ് and organisms can be observed by simply changing the way in which they are illuminated. A hollow cone of light is focused on a specimen in a way that unreflected and unrefracted rays do not enter the objective. Only light has been reflected or refracted by the specimen form an image. So the field surrounding a specimen appears black while the object itself is brightly illuminated because the background is dark. This type of microscope is called dark field microscope. സോ നമ്മൾ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ പറഞ്ഞു, സാധാരണ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമേജ് ഡാർക്കും ബാക്ക്ഗ്രൗണ്ട് വൈറ്റും ആയിരിക്കും. സോ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് മീൻസ് ബാക്ക്ഗ്രൗണ്ട് ഫീൽഡ് ബ്ലാക്ക് ആയിരിക്കും, നമ്മൾ ഒബ്ജക്റ്റ് മാത്രം വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ചില നമ്മളുടെ ലിവിങ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ലിവിങ് മൈക്രോ ഓർഗാനിസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിലെ മെക്കാനിസം എന്താ വെച്ചാൽ നോർമലി നമ്മൾ ഇതിലെ ഡാർക്ക് ഫീൽഡ് കണ്ടൻസറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അൺറിഫ്രാക്റ്റഡ് ഓർ മീൻസ് അൺറിഫ്ലക്റ്റഡ് ലൈറ്റ്. ഇപ്പൊ നമ്മൾ നോർമലി ഒരു ലൈറ്റ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിലൂടെ പോകുന്ന സമയത്ത് ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് റിഫ്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ലൈറ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് ഇമേജ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിനെ സംബന്ധിച്ചിടത്തോളം നോർമലി അൺറിഫ്രാക്റ്റഡ് ലൈറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ തട്ടാത്ത ലെൻസ് ഒന്നും എന്ത് ചെയ്യില്ല, നമ്മുടെ ഫോക്കസിങ് ഏരിയയിലേക്ക് വരില്ല. തട്ടുന്ന ലൈറ്റ് മാത്രം വരുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലാക്ക് ആയിരിക്കും. എവിടെയാണോ ഒബ്ജക്റ്റിൽ തട്ടുന്നത് ആ ഒരു ഏരിയ മാത്രം നമുക്ക് ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ നോർമലി നമ്മൾ ഇത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിഫിലിസിന്റെ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ട്രിപ്പോണിയം പല്ലിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് നോർമൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് കൊണ്ട് കാണുന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിലാണ് കാണുന്നത്. കാരണം സ്പെറിക്കൽ വളരെ ചെറിയ മീൻസ് ഡെലിക്കേറ്റ് ഓർഗാനിസംസ് ആണ്. അപ്പൊ അതിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് പോലെ തന്നെ നമ്മൾ പറഞ്ഞു അൺസ്റ്റെയിൻഡ് ആയിട്ട് ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു മൈക്രോസ്കോപ്സ് ആണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. സോ നമുക്ക് അതിന്റെ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഫേസ് കോൺട്രാസ്റ്റ്. ഇപ്പൊ നമുക്ക് ലിവിങ് മീൻസ് ഇന്റേണൽ സ്ട്രക്ചേഴ്സ്, നമ്മുടെ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്രോസ്കോപ്പിക് ഓർഗാനിസത്തിന്റെ ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സിൽ അതിന്റെ ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിനും അതേപോലെ അബ്സോർബ് ചെയ്യുന്നതിനുള്ള ഈ ഫേസ് ഡിഫറൻസ് നമുക്ക് നമ്മൾ സ്റ്റെയിൻ ചെയ്യാതെ തന്നെ ഓർഗാനിസിനെ നമുക്ക് കാണാൻ പറ്റും. സോ എ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് കൺവേർട്സ് സ്ലൈറ്റ് ഡിഫറൻസസ് ഇൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ദ സെൽ ഡെൻസിറ്റി ഇൻടു ഈസിലി ഡിറ്റക്റ്റഡ് വേരിയേഷൻസ് ഇൻ ദ ലൈറ്റ് ഇന്റൻസിറ്റി. സോ ഇതിന്റെ കണ്ടൻസർ അതേപോലെ തന്നെ നമ്മൾ ഡാർക്ക് ഫീൽഡ് കണ്ടൻസറിൽ പറഞ്ഞ പോലെ തന്നെ നോർമലി ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ നമുക്ക് പറയാം. സാധാരണ നമ്മളുടെ ഒബ്ജക്റ്റിനെ ദാറ്റ് മീൻസ് ദ കണ്ടൻസർ ഓഫ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഹാസ് ആൻ ആനുലാർ സ്റ്റോപ്പ്, an opaque disc with a thin transparent ring which produces a hollow cone of light. As the cone passes through a cell, some light rays are bent due to variations in the density of and refractive indices within the specimen and are retarded by 1/4 wavelength. So the deviated light is focused to form an image of the object. Undeviated light rays strike a face ring and face plate, a special optical disc located in the object, while the deviated rays miss the ring and pass through the rest of the plate. സോ നമ്മളുടെ ഇതിൽ ഫേസ് ഡിഫറൻസ് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ ഇതിലൊരു
ഫേസ് റിംഗ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, മീൻസ് ഒരു ലെൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ തട്ടിക്കഴിഞ്ഞാൽ ഡീവിയേറ്റഡ് ലൈറ്റ്സിന്റെ വേവ് ലെങ്ത് 1/4 കുറയ്ക്കും, അൺഡീവിയേറ്റഡ് ലൈറ്റിന്റെ വേവ് ലെങ്ത് 1/4 കൂട്ടും. അപ്പൊ ഈ ഒരു ഫേസ് ഡിഫറൻസ് ആണ് നമുക്ക് ഒബ്ജക്റ്റിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അൺസ്റ്റേൻഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ഡിഫറെന്റ് ഫേസിലുള്ള ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റും. അപ്പൊ അതാണ് നോർമലി നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. So the phase contrast microscope is especially useful for studying microbial motility, determining the shape of living cells, and detecting vital components such as endospores and inclusion bodies. Okay. So ഇത് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ ആണ്, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. സോ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഫ്ലൂറസൻ മൈക്രോസ്കോപ്സ് ആണ്. സോ ഫ്ലൂറസൻസ് എന്ന പ്രോപ്പർട്ടി എന്താ അറിയാലോ, നമ്മൾ നോർമലി ഒരു ഷോർട്ടർ വേവ് ലെങ്തിലുള്ള ഒരു ലൈറ്റ് ഒരു ഒബ്ജക്റ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ്ങർ വേവ് ലെങ്തിലുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിനാണ് നമ്മൾക്ക് എന്ത് പറയുന്നത്, ഫ്ലൂറസൻസ് പറയുന്നത്. അപ്പോൾ സെയിം പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഫ്ലൂറസൻ മൈക്രോസ്കോപ്പും വർക്ക് ചെയ്യുന്നത്. സോ ദ ഫ്ലൂറസൻ മൈക്രോസ്കോപ്പ് exposes a specimen to ultraviolet, violet or blue light and forms an image of the object with the resulting fluorescent light. A mercury vapor lamp or other sources produce an intense beam and heat transfer is limited by a special infrared filter. The light passes through an excited filter and transmits only the desired wavelength. A dark field condenser provides a black background against which the fluorescent objects glow. Usually the specimen have been stained with a dye molecules called fluorochromes that fluoresce brightly upon exposure to light of a specific wavelength. But some microorganisms are autofluorescent. സോ ഫ്ലൂറസൻ മൈക്രോസ്കോപ്പിൽ നമുക്ക് ഒരു മെർക്കുറി പേപ്പർ ലാമ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇലുമിനേറ്റിംഗ് സോഴ്സ് വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ബീം ഓഫ് ലൈറ്റ് മാത്രം നമ്മൾ ഡാർക്ക് ഫീൽഡ് കണ്ടൻസറിലൂടെ കടത്തിവിടും. അപ്പോൾ ഏതെങ്കിലും ഒബ്ജക്ട്സ്, ദാറ്റ് മീൻസ് സ്റ്റെയിൻഡ് ഒബ്ജക്ട്സ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്ട്സ് നമുക്ക് ഫ്ലൂറസൻസ് അബ്സോർബ് മീൻസ് ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഫ്ലൂറസൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് കാണാൻ പറ്റും അഗെയിൻസ്റ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. So next, electron microscopes. So microscope that uses a beam of electrons instead of a beam of light and electromagnets instead of glass lenses for focusing are called electron microscope. So നമ്മൾ ഇതുവരെ പഠിച്ച ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ ഒക്കെ പ്രത്യേകത, നമ്മൾ ഇലുമിനേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. ദെൻ ഈ ലൈറ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെൻസ്, ഗ്ലാസ് ലെൻസസ് ആണ്, കണ്ടൻസേഴ്സ്. അപ്പൊ ഇതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ഉള്ളത്. സോ ഇതിലുള്ള ഇലുമിനേഷൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്. സോ ഇലക്ട്രോൺസിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് condensers ആയിട്ട് യൂസ് ചെയ്യുന്നത്. So these microscopes provide a higher magnification and are used for observing extremely small microorganisms such as viruses. So virus പോലുള്ള extremely small ആയിട്ടുള്ള ഓർഗാനിസിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഡയഗ്നോസ്റ്റിക് പർപ്പസിന് യൂസ് ചെയ്യാറില്ല, റിസർച്ച് സ്റ്റഡീസിനാണ് കൂടുതലും ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് യൂസ് ചെയ്യുന്നത്. So there are two types of electron microscope, transmission electron microscope and scanning electron microscope. So നമുക്ക് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് എന്താണെന്ന് നോക്കാം. സോ നോർമലി നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ മാക്സിമം മാഗ്നിഫിക്കേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 100x ആണ്. ബട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1,00,000 മൾട്ടിപ്ലിക്കേഷൻ കപ്പാസിറ്റിയാണ് നമ്മളുടെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. So in transmission electron microscope, a heated tungsten filament in the electron gun generates a beam of electrons that is then focused on the specimen by the condenser. Since electron cannot pass through a glass lens, definite shaped electromagnets called magnetic lenses are used to focus the beam. So നമ്മൾ പറഞ്ഞു ലൈറ്റ് പോലെയല്ല, ഇലക്ട്രോൺസ് ആണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇലുമിനേഷൻ എന്ന് പറയുന്നത്. സോ ഇലക്ട്രോൺസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് ഇലക്ട്രോമാഗ്നറ്റ്സ് ആണ് നമ്മൾ കണ്ടൻസറായിട്ട് യൂസ് ചെയ്യുന്നത്. Then the column containing the lenses and specimen must be under high vacuum to obtain a clear image because electrons are deflected by collision with air molecules. So അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഈ ഒരു ലൈറ്റ് പാസ് ചെയ്യുന്ന ഏരിയയിൽ ഹൈ വാക്യൂം ആയിരിക്കണം ഉണ്ടാവുന്നത്. കാരണം എയറിൽ കൊളീഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഇമേജ് ക്ലിയർ ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ലൈറ്റ് ഇലക്ട്രോൺസ് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യില്ല. സോ ദ സ്പെസിമെൻ സ്കാറ്റേഴ്സ് ഇലക്ട്രോൺസ് പാസിംഗ് ത്രൂ ഇറ്റ് ആൻഡ് ദ ബീം ഈസ് ഫോക്കസ്ഡ് ബൈ മാഗ്നറ്റിക് ലെൻസസ് to form an enlarged image. So ഇത് നമുക്ക് ഒരു ഫ്ലൂറസൻ ഏരിയയിലോ ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പെർമനന്റ് ആയിട്ട് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഇമേജിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. So a denser region in the specimen scatters more electrons and therefore appear darker in the image since fewer electrons strike that area of the screen. In contrast, electron transparent regions are brighter. The screen can also be move aside with the image captured on photograph film as a permanent record.
So next is a scanning electron microscope. The SEM differs from other electron microscopes in producing an image from electrons transmitted by an object surface rather than from transmitted electrons. So നമ്മൾ transmitted light അല്ല ഇതിൽ സർഫസിൽ തട്ടിയിട്ട് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിനെയാണ് എന്ത് പറയുന്നത് അബ്സോർബ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ SEM scans a narrow tapered electron beam back and forth over the specimen. When the beam strike a particular area, surface atom discharge a tiny shower of electrons called secondary electrons, and these are trapped by a special detector. Then secondary electrons entering into a detector strike a scintillator, causing it to emit light flashes that a photomultiplier converts to an electrical current and amplifies the signal. So the signal is sent to cathode ray tube and produces an image like a television picture, which can be photographed. So ഇത് നമ്മുടെ ഇലക്ട്രോൺ സോഴ്സ് ആണ്. സോ ഇലക്ട്രോൺ മാഗ്നറ്റിക് കണ്ടൻസേഴ്സ് ഉണ്ട്. സോ ഇതൊരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ തട്ടുന്ന സമയത്ത് സെക്കൻഡറി ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഈ സെക്കൻഡറി ഇലക്ട്രോൺസിനെ നമ്മൾ ഡിറ്റക്ടർ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യും. ദെൻ ഇതിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് നമുക്ക് ഇമേജ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്രോസ്കോപ്പിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഞാൻ അതിൽ കമന്റ് ചെയ്യുന്നതായിരിക്കും. ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു.